ഒരിക്കൽ ഗാന്ധിജിയും കസ്തൂർബയും സബർമതി ആശ്രമത്തിൽ താമസിക്കുമ്പോൾ അടുത്തുള്ള ഏതാനും സ്ത്രീകൾ ഗാന്ധിജിയെ കാണുവാൻ വന്നു. വളരെയേറെ മുഷിഞ്ഞു നാറിയ വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നത്. അവർ സന്ദർശനം കഴിഞ്ഞു പോയപ്പോൾ ഗാന്ധിജി അവരെക്കുറിച്ച് കസ്തൂർബായോട് സംസാരിച്ചു. അടുത്ത ദിവസം തന്നെ അവരുടെ വീടുകളിൽ ചെന്ന് ശുചിത്വത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. കസ്തൂർബ അവരുടെ വീടുകളിൽ പോയി മടങ്ങി വന്ന് ഗാന്ധിജിയോട് പറഞ്ഞു, അവരുടെ ജീവിതം വലിയ കഷ്ടമാണ്. ചെറിയ കുടിലുകളിലാണ് അവർ താമസിക്കുന്നത്. 3 സ്ത്രീകൾക്കും കൂടി ഒരു വസ്ത്രമാണുള്ളത്. ഒരാൾ പുറത്തു പോകുമ്പോൾ മറ്റവർ 2 പേരും നഗ്നരായി വീടിനുള്ളിൽ ഒളിച്ചിരിക്കും. ഈ വാർത്ത ഗാന്ധിജിയെ വളരെയേറെ ദുഃഖിപ്പിച്ചു. അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ആ മഹാത്മാവ് തീരുമാനിച്ചു. അവരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായി അന്നു മുതൽ ഒരു ചെറുമുണ്ടും ഷാളും മാത്രമേ താനും ധരിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചു. മറ്റുള്ളവർക്കില്ലാത്തത് തനിക്കും വേണ്ട എന്ന് തീരുമാനിക്കുവാൻ ഗാന്ധിജിക്ക് കഴിയുമായിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ മറ്റുള്ളവർക്കില്ലാത്തത് നേടുന്നതിലാണ് മിക്കവരുടെയും സന്തോഷം. മിക്കവരും തങ്ങളുടെ മഹത്വം വെളിപ്പെടുത്തുന്നത് അങ്ങനെയാണ്. എന്നാൽ അത് ഒരുവിധ അഹങ്കാരമാണ്. മറ്റുള്ളവർക്കില്ലാത്തത് നമുക്ക് ലഭിക്കുമ്പോൾ അവ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുകയല്ലേ വേണ്ടത്? ഇന്ന് നാം ഇല്ലാത്തവർക്ക് പങ്കുവയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇല്ലാത്തവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു. സമ്പത്തുള്ളവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുമ്പോൾ ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുകയാണ്. ഗവൺമെൻറ്റും വലിയ കമ്പനികളും അങ്ങനെയാണ്. ഉന്നതന്മാർക്ക് ബംഗ്ലാവും കാറും ഡ്രൈവറും ഫോണും എല്ലാം ഫ്രീ. ദരിദ്രരും തൊഴിലാളികളും അശരണരും ആയവർക്ക് ഒന്നും ഫ്രീ ഇല്ല. ഇപ്പോൾ റേഷൻ ചിലർക്കൊക്കെ ഫ്രീ ലഭിക്കുന്നു. എന്നാൽ എന്തിനാണ് മനുഷ്യർക്ക് തമ്മിൽ ഇങ്ങനെ ഒരു വലിയ ഗൾഫ് ഉണ്ടാക്കുന്നത്? ഒരു രാജ്യത്തുള്ള എല്ലാവർക്കും തുല്യ അവകാശവും തുല്യ ജീവിത സൗകര്യങ്ങളും ലഭിക്കേണ്ടതല്ലേ? അതല്ലേ നീതി? ഇന്ന് ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്നതിൽ മാത്രമാണ് ഈ തുല്യ അവകാശം. സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തമായി എന്തെല്ലാം അവകാശങ്ങളും പദവികളുമാണ് അധികാരികൾ സ്വായത്തമാക്കുന്നത്. എല്ലാവർക്കും തുല്യനീതി ലഭ്യമാകും വിധം ഒരു മാറ്റം വരേണ്ടതല്ലേ? അത് പെട്ടെന്ന് സാധിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലെങ്കിലും ഗാന്ധിജിയെപ്പോലെ നീതിപൂർവം പ്രവർത്തിക്കാൻ കഴിയുകയില്ലേ?